അപ്പോൾ ഡോക്ടറിനോട് തമാശയായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, കെട്ട് ഒന്നും കൂടി വലുതാക്കിയിട്ട് 2 ദിവസം ആശുപത്രിയിൽ കിടന്ന് ഇതൊക്കെ ഒരു സീനാക്കണ്ടേ, അതൊക്കെ അല്ലേ ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ മൈലേജ്. ഒരു ബ്ലോഗർ മലപ്പുറത്തെ ഒരു പ്രധാന പട്ടണത്തിൽ വന്നു. സിനിമ നടനല്ല, ഏതെങ്കിലും വിഷയത്തിൽ പ്രാവീണ്യം ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാശാലിയല്ല. ഞാൻ ആളെ പേരൊന്നും തൽക്കാലം പറയുന്നില്ല. ആ നഗരം നിശ്ചലമായി. ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്ന അനസ് എടത്തൊടികയോടാണ്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ആ ദൗത്യം ഏറ്റെടുത്തു. ഞങ്ങളൊരു അനസിനെ മുന്നിൽ നിർത്തി 1000 അനസുമാർ മലപ്പുറം ജില്ലയിൽ. ഏറ്റവും പൊതുപ്രവർത്തന വഴിയിൽ എനിക്ക് സന്തോഷം തോന്നിയത്, ഞാൻ വേങ്ങര നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ഈ ഇലക്ഷനുകൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം ഒരു തുടർഭരണം വന്നു, ഒരുപാട് കാലത്തിന് ശേഷമാണ് കേരളത്തിൽ വരുന്നത്. ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെ നയിക്കേണ്ടി വന്നു, മുസ്ലിം യൂത്ത് ലീഗിനെ നയിക്കേണ്ടി വന്നു. പക്ഷെ ഒരുപാട് ഈ സമരങ്ങൾക്കും അല്ലെങ്കിൽ ഒരുപാട് ബഹളങ്ങൾക്കും ഇടയാക്കേണ്ടിയിരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കേരളത്തിൽ കടന്നുപോയി. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിന് എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിലൊന്നും ഭയങ്കരമായിട്ടുള്ള സമരമുഖത്തൊന്നും അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. മീൻസ് ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വേറിട്ട വഴിയിലൂടെ ഈ സംഘടനയെ കൊണ്ടുപോകാൻ ശ്രമിച്ചോ? അതായത് കുറച്ചൊരു എരിവും പുളിയൊക്കെ യുവാക്കൾ പ്രതീക്ഷിക്കില്ല, ആ ഒരു സംഭവം ഇല്ലാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചോ? അത് വേറിട്ടൊരു വഴിയിലൂടെ സംഘടനയെ കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിച്ചത്. എരിവും പുളിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 20 ദിവസം നീണ്ടുനിന്ന യൂത്ത് മാർച്ച് ഒരു പ്രക്ഷോഭമായിരുന്നു. ജില്ലയുടെ ഒരു അതിർത്തിയായ വൈക്കടവിൽ നിന്ന് പൊന്നാനിയിലേക്ക് ഞങ്ങൾ നടന്നു. ഒരു ദിവസം 20-25 കിലോമീറ്റർ ആയിരുന്നു ആ നടത്തം. 1000, 2000, 3000, 5000 വരെ ചെറുപ്പക്കാർ ആ ജാഥക്കൊപ്പം സഞ്ചരിച്ച ഒരു നേരം ഉണ്ടായിട്ടുണ്ട്. 500 രൂപക്ക് പെട്രോൾ അടിച്ച് 10 രൂപന്റെ ചായ കഴിക്കാൻ ചെറുപ്പക്കാർ പോകുന്ന ഒരു കാലാണിത്. പക്ഷെ അന്ന് കത്തുന്ന സൂര്യന്റെ താഴെ ഇട്ടുപൊള്ളുന്ന ഭൂമിക്ക് മീതെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഞങ്ങളോടൊപ്പം നടന്നു. ഇരു ഗവൺമെന്റുകൾക്കും എതിരായിട്ടുള്ള പ്രതിരോധവും പോരാട്ടവുമായിരുന്നു അത്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് 10 ദിവസത്തോളം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ കയ്യിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. കാട്ടിക്കൂട്ടലും ഭാഗ്യപരതക്കും പ്രകടനപരതക്കും ഒന്നും പോയിട്ടില്ല. ഞങ്ങളെ പോലീസ് വളഞ്ഞിട്ടാക്രമിച്ചു. പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസ് വളഞ്ഞിട്ടാക്രമിച്ച് എൻ്റെ ഈ വിരൽ മുറിഞ്ഞു. അപ്പൊ അതിലൊരു വളരെ രസകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ വിരൽ മുറിഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു എൻ്റെ വിരൽ പൊട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ ജനറൽ സെക്രട്ടറിയെയും ഏകദേശം 10ഓളം വരുന്ന സഹപ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരെ റിമാൻഡ് ചെയ്യുമെന്നായി. ഞാൻ ഉച്ച 4 മണിയായിട്ടുണ്ട് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ. അതുവരെ ഈ മുറിഞ്ഞ വിരലും പിടിച്ചു ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ 4 മണിയായപ്പോഴാണ് ഞാൻ ട്രഷറർ ബാബ വിസപ്പടിയോട് എൻ്റെ വിരലിന് ചെറിയ പരിക്കുണ്ടെന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ സഹകരണ ആശുപത്രിയിൽ പോയി. അവിടുത്തെ ഓർത്തോ ഡോക്ടറെ കണ്ടു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ വിരൽ പൊട്ടിയാണ്. അപ്പം അദ്ദേഹം ഇത് പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഇവിടെ എത്തി, മുട്ടോളം എത്തി പ്ലാസ്റ്റർ. അത് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈ മുട്ടോളമുള്ള പ്ലാസ്റ്റർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതും കൊണ്ട് എങ്ങനെ നടക്കുകയെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എന്നിട്ടത് ആരോടും പറയാതെ ഞാൻ വീട്ടിൽ പോവുകയാണ്. രാവിലെ ഈ പ്ലാസ്റ്റർ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി കൂടുതൽ എന്തെങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമാണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ കോട്ടക്കൽ മിംസിലെ ഡോക്ടർ മൂസിൻ, നേരത്തെ പരിചയമുള്ള അവരും കൂടിയാണ്, അവരെ പോയിട്ട് കണ്ടു. അപ്പോൾ ഡോക്ടർ എക്സ്റേ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു അതങ്ങനത്തെ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ കെട്ടൊന്ന് ചെറുതാക്കി തരുന്നു. അപ്പോൾ ഡോക്ടറിനോട് തമാശയായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, കെട്ട് ഒന്നും കൂടി വലുതാക്കിയിട്ട് 2 ദിവസം ആശുപത്രിയിൽ കിടന്ന് ഇതൊക്കെ ഒരു സീനാക്കണ്ടേ, അതൊക്കെ അല്ലേ ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ മൈലേജ്. ഇതൊന്നും ഇങ്ങനെ മിണ്ടാതെ വീട്ടിലിരുന്നു. ഡോക്ടർ തന്നെ തമാശ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ കാട്ടിക്കൂട്ടാനും ബാഹ്യപരതക്കും പ്രകടനപരതക്കും പോയിട്ടില്ല. അതൊരു കാര്യം, ഒരു വശം അത്. പിന്നെ ചിലപ്പോൾ അതിന് എരിവും പുളിയും ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനത് ഒരു ആത്മവിമർശനം പോലെ ഉൾക്കൊള്ളുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ സഞ്ചരിക്കേണ്ട വഴി ഇതാണെന്ന്.
കാരണം നമ്മൾ നേരത്തെ സംസാരത്തിൽ പറഞ്ഞു, കോവിഡിന് ശേഷം തുടർഭരണം കൂടി വന്നതിന് ശേഷം മുതിർന്ന നേതാക്കൾക്ക് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടൊരു കാലം. ആ കാലത്താണ് ഞങ്ങൾ സംഘടന തുടങ്ങുന്നത്. പിന്നെ ഇതൊരു പുതിയ കാലമാണ്. ഇവിടെ നടക്കേണ്ടത് ശാക്തീകരണമാണ്. സംഘടനക്കകത്ത് അല്പം ജോലി ഉണ്ടായിരുന്നു. ഞങ്ങളെ കാലം അത് കൃത്യമായി സമയബന്ധിതമായിട്ട് ചെയ്തില്ലെങ്കിൽ സംഘടനയെ ബാധിക്കും. അതിന് എങ്ങനെ സംഘടനയെ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാമെന്നാണ് ആലോചിച്ചത്. അതല്ലാതെ അതവിടെ ഉപേക്ഷിച്ച് മറ്റൊരു വഴിയിലേക്ക് പോകാൻ അറിയാത്തത് കൊണ്ടല്ല. ഒരു 25 ആളും ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറയും കയ്യിലുണ്ടെങ്കിൽ ആർക്കും നേതാവാകാം. പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരും, വിപ്ലവം തീർക്കാം. ഇത്ര ആള് മതി. ഒരു നല്ല റെസൊല്യൂഷനുള്ള മൊബൈൽ ഫോൺ കയ്യിലുണ്ടായാലും മതി. ആ ശൈലി അറിയാത്തത് കൊണ്ടല്ല. പോലീസിനോട് കയർക്കണം, ബാരിക്കേഡിന്റെ മുന്നിൽ മുദ്രാവാക്യം വിളിക്കണം, അങ്ങനത്തെ സംഗതികൾ അത് അറിയാൻ ഞാൻ തന്നെ ഇതിലേറെ ശ്രദ്ധിക്കപ്പെടും എന്നും അദ്ദേഹം ഒരു വിപ്ലവകാരിയാണെന്ന് നൂറുകണക്കിന് ആളുകൾ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ സംഘടനയെ കൊണ്ടുപോകേണ്ടത് അങ്ങനെ ഒരു വഴിയിലൂടെ ആയിരുന്ന ഒരു കാലത്തല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. സംഘടനക്കകത്ത് മികച്ച ശാക്തീകരണം നടക്കണം. കാരണം സിസ്റ്റം ഇല്ലാതെ ഇനി ഒരിക്കൽ പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. പല രാഷ്ട്രീയ സംഘടനകളും വളരെ ശക്തരായ ലീഡേഴ്സ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കയ്യിലും ഉണ്ട്. അവർ വലിയ ആലോചനകളുള്ളവരാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. പക്ഷെ സിസ്റ്റം വേണം. സിസ്റ്റം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ബീഹാറിൽ തോറ്റു, പല കാരണങ്ങളുണ്ടാവും. ഞാൻ കാണുന്ന ഒരു കാരണം, അത് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയുകയാണ്, താഴെ സിസ്റ്റം ഇല്ല, സംവിധാനങ്ങളില്ല, പ്രവർത്തകർ വേണം. ആ പ്രവർത്തകർ ജാഗ്രതരായിരിക്കണം. അവർ സംഘടന പറഞ്ഞാൽ കേൾക്കണം. പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. പ്രാദേശിക ലീഡർഷിപ്പാണ് പിന്നെ ഉള്ള ഒരു സംഘടനക്ക് മാത്രമാണ് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. മുസ്ലിം ലീഗിന്റെ കരുത്ത് അതാണ്. ഓരോ സ്ഥലത്തും നല്ല ശേഷിയുള്ള ആളുകൾ മുസ്ലിം ലീഗിനുണ്ട്. അതിന് കൈമോശം വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് സംഘടനക്കകത്ത് ശാക്തീകരണം നിർബന്ധമായിട്ട് നടക്കേണ്ട ഒരു കാലമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ വഴിയിലൂടെ കൊണ്ടുപോയത്. പിന്നെ കാലോചിതാവണം, ഭാവനാസമ്പന്നാവണം, സർഗാത്മകമാകണം. നമ്മുടെ ചെറുപ്പക്കാരോടൊന്നും സംസാരിക്കുന്ന ഭാഷ വേറെയാണ്, അവരുടെ ശൈലി വേറെയാണ്. 10 വർഷം മുമ്പ് സംസാരിക്കുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. അവരെ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളണം എന്ന രീതിയിലേക്ക് നമ്മൾ പോകണം. പിന്നെ മറ്റൊരു കൾച്ചർ ഇവിടെ വന്നു. സമ്പന്നനോടും അധികാരം കയ്യിലുള്ളവനോടും പുതിയ തലമുറക്ക് വിയോജിപ്പല്ല, ഇഷ്ടമാണ്. അതെങ്ങനെ ഉണ്ടായതാണെന്ന് ഒരുപാട് പറയാനുണ്ട്. മനസ്സിലായില്ല. അധികാരത്തോട് നിരന്തരം കലയിച്ചവരാണ് നമ്മുടെ ആ കൊള്ളരുതായ്മകളോട് പോരാട്ടം നടത്തിയവരാണ്. ഇന്ന് അധികാരം കയ്യിലുള്ളവനോട് താല്പര്യം തോന്നുകയാണ്, സമ്പത്ത് കയ്യിലുള്ളവനോട് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെയുള്ള ഒരു കാലാണ്. ഹീറോയിസത്തിനെ വല്ല അങ്ങനെ അട്രാക്ട് ചെയ്യും. അതെ അതെ അതെ, അത് ഏത് രൂപത്തിലും ആവാം. ഹീറോ ഏത് രൂപത്തിലും ആവാം. നല്ലത് ചീത്തന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഫെയിം ആയാ മതി. ഒരു ബ്ലോഗർ മലപ്പുറത്തെ ഒരു പ്രധാന പട്ടണത്തിൽ വന്നു. സിനിമ നടനല്ല, ഏതെങ്കിലും വിഷയത്തിൽ പ്രാവീണ്യം ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാശാലിയല്ല. ഞാൻ ആളെ പേരൊന്നും തൽക്കാലം പറയുന്നില്ല. ആ നഗരം നിശ്ചലമായി. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഒഴുകി വന്നു. പൂർവ്വസ്ഥിതിയിലേക്ക് ആ നഗരത്തെ കൊണ്ടുവരാൻ ഉച്ച സമയമായി. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം തന്നെ വരേണ്ടി വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണാത്ത നേതാവും നമ്മൾ കാണാത്ത അനുയായികളും ഉണ്ടായി വരുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ, ആ കാലത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ കാണാത്ത നേതാവ്, നമ്മൾ കാണാത്ത അനുയായികൾ ഇവിടെ ഉണ്ടായി വരികയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ അഭിസംബോധനം ചെയ്യുന്നു. അപ്പോൾ ചില വേറിട്ട വഴികൾ വേണം. ലിറ്ററേച്ചർ ഫെസ്റ്റിവല് അതിലേക്കുള്ള ഒരു വഴിയാണ്. സംഘടനക്കകത്ത് നടത്തിയ ശാക്തീകരണം അതിന്റെ ഒരു വഴിയാണ്. ഇതിനിടയിൽ സംസാരിച്ചപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പല പ്രവർത്തകരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ചിറക് ക്യാമ്പയിനെ കുറിച്ച്. ഭയങ്കരമായിട്ടുള്ളൊരു ആവേശത്തോട് കൂടിയായിട്ടാണ് പല ആളുകളും ഈ ചിറക് ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കുന്നത്. ചിറക് എന്ന് പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു ഈ പറഞ്ഞ നമ്മുടെ. അതെ, ഞങ്ങള് പുതിയ കാലം പുതിയ വിചാരം എന്നാണ് ചിറകിന്റെ ക്യാപ്ഷൻ. പുതിയ കാലത്തെ പുതിയ വിചാരങ്ങളുമായി പുനർനിർമ്മിക്കുന്ന
ഒരു സംഘടനാ കാലത്ത് ഞങ്ങൾ വിളിച്ച പേരാണ് ചിറക് എന്നുള്ളത്. ആ ചിറക് പ്രവർത്തകരുടെ മനസ്സ് തട്ടി. അത് തട്ടാനുള്ള കാരണം ഞാൻ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. കോവിഡാനന്തരം തുടർഭരണം, മുതിർന്ന നേതാക്കൾക്ക് പോലും ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെട്ട ഒരു പ്രത്യേക നേരം ഞങ്ങൾ ചിറകായിട്ട് വന്നു. 1600 യൂണിറ്റുകളിൽ ചിറകിൻ്റെ യൂണിറ്റ് സംഗമങ്ങൾ നടന്നു. മുസ്ലിം ലീഗിൻ്റെ അകത്തൊരു ഉത്സവമായിരുന്നു അത്. 3 മാസക്കാലം. അത് ഈ ഒരു ഘട്ടത്തിലുണ്ടായതാണ്. കോവിഡ് അങ്ങോട്ട് പോയി, 2ാം വട്ടവും ഇവർ ഭരണം തുടരുകയാണ്. ആ ഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇനി എന്ത് എന്നുള്ള ആലോചന പോലും പല കോണുകളിൽ നിന്നും ചർച്ചയായിട്ട് വന്ന ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ അകത്ത് പുതിയൊരു ദൗത്യത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. 2000 യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിമാരെ നേരിട്ട് അവരുടെ അരികിലേക്ക് പോയിട്ട് അവരെ കണ്ടു. നിരന്തരമുള്ള ക്യാമ്പയിനുകൾ നടന്നു. 96 പഞ്ചായത്തിലും 12 മുനിസിപ്പാലിറ്റികളെയും സജ്ജമാക്കി ഓരോ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിയോടും നേരിട്ട് സംവദിച്ചു. പുതിയ ആശയങ്ങളുടെ അവരെ മുമ്പിൽ അവതരിപ്പിച്ചു. പല കാര്യങ്ങളും അവരോട് സംവദിച്ചു. അങ്ങനെയായിരുന്നു ചിറക്. അത് ചിറക് യൂത്ത് ക്ലബിലേക്കുള്ളൊരു വരവും ചിറക് അതും ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് അഡ്രസ് ചെയ്യണം, നമ്മുടെ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്യണം. പക്ഷെ അതിൽ ഒരുപാട് നല്ല ഫെയിം ആയിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയൊരു ഗുണമേന്മയല്ലേ. അതായത് ഞങ്ങൾ ഒരു യൂത്ത് ക്ലബ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരംഭിക്കുമ്പോഴുള്ള ഉദ്ദേശം നമ്മുടെ പരിസരത്ത് വരാത്ത, ഇപ്പോൾ ഇതുവരെ നമ്മുടെ കൺവെൻഷനിലൊന്നും വന്നിട്ടില്ലാത്ത 1000കണക്കിന് ചെറുപ്പക്കാർ മലപ്പുറത്തുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. ആ ചെറുപ്പക്കാർ പല വഴിയിലാണ്. അവരും കൂടി അഭിസംബോധനം ചെയ്യണം, അവരോടും കൂടി സംവദിക്കണം, അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്താണ് ഒരു വഴി? അപ്പം തികച്ചും അനിവാര്യമെന്ന് തോന്നിയ ഒന്നാണ് ചിറക് എന്ന പേരിൽ ഒരു യൂത്ത് ക്ലബിന് രൂപം കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഞങ്ങളല്ല കൊണ്ടു നടക്കേണ്ടത്, അതിന് പുതിയ ലീഡർഷിപ്പ് വേണം. ഈ ആശയം ആദ്യം അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്ന അനസ് എടത്തൊടികയോടാണ്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ആ ദൗത്യം ഏറ്റെടുത്തു. അദ്ദേഹം ചിറകിൻ്റെ ചെയർമാനായി. ഒരുപാട് പരിമിതികളും അത് കാരണം ഒരുപാട് പ്രയാസങ്ങളും തനിക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അനസിന് അറിയാമായിരുന്നു. പക്ഷെ ഒരു നല്ല ഉദ്ദേശം മാത്രമാണെന്ന് ലക്ഷ്യം വെച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകൻ പോലും അല്ലാത്ത, മനസ്സിലാർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവുമെന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകനല്ല അനസ് എടത്തൊടിക. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി ഇതിൻ്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി. രണ്ടാമത് ഞങ്ങൾ ചെന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 4 ഒളിമ്പിക്സിൽ പങ്കെടുത്ത, നമ്മുടെ ദേശീയ പതാക ഏന്തി ഒളിമ്പിക്സ് ട്രാക്കിലൂടെ നടന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച ഒളിമ്പ്യൻ KT ഇർഫാനെയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവണമെന്ന്. വളരെ നിഷ്കളങ്കനായൊരു മനുഷ്യനാണ് അദ്ദേഹമാണ് നമ്മളെ ചിറക് യൂത്ത് ക്ലബിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. സമീർ ബിൻസി അറിയില്ലേ? ഒരു ഗസലിൻ്റെ ഒരു ലോകം നമ്മളെ മുമ്പിൽ തീർത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ലോകം തന്നെ ഉണ്ട്. ഇഷ്ടക്കാരുടെ ഇഷ്കിൻ്റെ ഒരു ലോകം തീർത്തൊരു മനുഷ്യനാണ്. ഞങ്ങൾ ചെന്നിട്ട് ചിറക് യൂത്ത് ക്ലബിൻ്റെ ആശയത്തെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഓഫീസിൽ വന്നു, അത് ഏറ്റെടുത്തു. എന്നാൽ അദ്ദേഹമാണ് യൂത്ത് ക്ലബിൻ്റെ വൈസ് ചെയർമാൻ. ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ബിൻസി മുസ്ലിം ലീഗ് ആശയത്തോടോ രാഷ്ട്രീയ ധാരയോടോ ഒന്നും ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ ലോകം വേറെയാണ്, അത് നിങ്ങൾക്കറിയാലോ. പക്ഷെ അദ്ദേഹം ഇതിൻ്റെ വൈസ് ചെയർമാൻഷിപ്പിൽ വന്നു. മറ്റൊരാൾ വർഷങ്ങളായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണല്ലോ പുതിയ ലോകം. ഈ ഒരു ഘട്ടം തുടങ്ങുന്ന കാലത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ചെറുപ്പക്കാരോട് സംവദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് ഉമർ അബ്ദുസലാമിൻ്റെ സ്പീച്ച് ഇപ്പോഴും കേൾക്കാം. അദ്ദേഹം നമ്മളെ കൂടെ വന്നു. അതായത് പുതിയ കാര്യങ്ങൾ മാത്രം വർഷങ്ങളായി തൻ്റെ ജനതയോട്, സമൂഹത്തോട്, ചുറ്റുവട്ടങ്ങളോട്, ജീവിത പരിസരത്തോട് വിളിച്ചു പറയുന്ന വളരെ ടാലൻ്റ് ഉള്ളൊരു ചെറുപ്പക്കാരൻ നമ്മളെ കൂടെ വന്നു. ഒരുപാട്, ഞാൻ കുറച്ച് പേരുടെ പേര് മാത്രമാണ് പറഞ്ഞത്. ഒരുപാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പിന്നെ ഫിസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ സാറ് എല്ലാ സഹായവും സപ്പോർട്ടും ഉപദേശങ്ങളും തന്നു. ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹം കൂടെ നിന്നു. ഒരുപാട് പേര്
ഞങ്ങളുടെ കൂടെ നിന്ന് അങ്ങനെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ മനസ്സിൽ, ഞങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, സ്വപ്നം എന്ന് പറയുന്നത്, ഞങ്ങളൊരു അനസിനെ മുന്നിൽ നിർത്തി 1000 അനസുമാർ മലപ്പുറം ജില്ലയിലുണ്ട്. ഞങ്ങളൊരു ഇർഫാനെ മുന്നിൽ നിർത്തി 1000 ഇർഫാൻമാർ മനസ്സിലുണ്ട്. സൂഫി സംഗീതജ്ഞൻ സമീർ ബിൻസി, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും അങ്ങനത്തെ പല ആളുകളും നമ്മുടെ വഴിയിലുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഒരു ഇടമുണ്ട്. നമ്മുടെ സംഘടനാ പരിസരത്ത് അങ്ങനെ ഒരു പൊതുവേദി പിന്നെ പറന്നുയരാനുള്ള ഒരു ചിറക് അത് കൊടുത്തു. ആ പേര് ചിറക് എന്നുള്ളൊരു സംഭവം വരാനുണ്ടായ ചിറക് അത് ഞങ്ങളുടെ മനസ്സിൽ സ്പർശിച്ച, ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ജില്ല ഓർക്കുന്ന ഒരു ക്യാമ്പയിന് ഞങ്ങൾ കൊടുത്ത പേരാണ് ചിറക്. അത് ആ ഓർമ്മ നിലനിൽക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു ചിറക് എന്നുള്ള പേര് നാമകരണം ചെയ്തു. എന്നാലും ഫിറ്റാണല്ലോ അർത്ഥം. പിന്നെ തീർച്ചയായിട്ടും പൊതുവെ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറക്കൊക്കെ ഒരു പുതിയ വിചാരമുണ്ട്. അതായത് പൊളിറ്റിക്സ് നല്ലൊരു ബിസിനസ്സാണ്. അതല്ലെങ്കിൽ ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഗ്ലാമറുള്ള ജോലിയൊക്കെ തന്നെയാണ്, ഇച്ചിരി ഉത്തരവാദിത്തം ഉണ്ട്, എന്നാലും കുറെയൊക്കെ പൈസ ഉണ്ടാക്കാന്നുള്ളൊരു തോന്നല് കണ്ടുണ്ട്. അത് വലിയൊരു വിഭാഗം മനുഷ്യന്മാരുടെ ചിന്തയാണ്. ഇപ്പൊ എന്നോട് തന്നെ ഒരുപാട് ആളുകൾ ഇടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല 10 റുപ്യ ഉണ്ടാക്കണില്ലേ? ഞാൻ എപ്പോഴും വിചാരിക്കും, എങ്ങനെയാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് ഒരു 10 റുപ്യ ഉണ്ടാക്കല്, 10 റുപ്യ പോവലെങ്ങനെയെന്ന് എനിക്ക് നല്ല ബോധ്യമാകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നന്നായി ഇതിൻ്റെ അകത്തുനിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത പൊതുവെ പൊതുസമൂഹത്തിനുണ്ട്. ആ ചിന്തക്ക് അവരെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ ചില സാഹചര്യങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവണം. പക്ഷെ മറിച്ചൊരു വലിയൊരു വസ്തുത ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗം മനുഷ്യർ ഇതിൽ വന്നതിൻ്റെ പേരിൽ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോയവരാണ്. പഴയ ആൾക്കാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സീതി സാഹിബ് വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ആളാണ്. ഏക്കർ കണക്കിന് ഭൂമിയുടെ അധിപനാണ്, നല്ല സമ്പന്നനാണ്, പ്രതാപിയാണ്. ഫക്കീറായിട്ടാണ് മരിച്ചു പോണത്. മുഖ്യമന്ത്രി കസാരയിൽ വരെ ഇരുന്ന ആളാണ് CH മുഹമ്മദ് കോയ സാഹിബ്. മരിക്കുമ്പോൾ സ്വന്തം വീട്ടിൻ്റെ ആധാരം ബാങ്കിലായിരുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ നേതാക്കളെ കുറിച്ചാണ്. ഞാൻ ഇപ്പോഴും ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട്, പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ബാധ്യതയിലേക്കും കടുത്ത ദാരിദ്ര്യത്തിലേക്കും പോയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ പലരും ജനപ്രതിനിധികളാണ്. ഭൂമി വിറ്റ് പൊതുപ്രവർത്തനം നടത്തിയ എത്രയോ ആൾക്കാരെ കഥ എനിക്ക് പറയാൻ കഴിയും. ഈ സമയം അതിന് പാകമല്ലാത്തതുകൊണ്ടാണ്. അവരാരും ഒരിക്കൽ പോലും മൈക്കിൻ്റെ മുന്നിൽ എഴുന്നേറ്റുന്നവരല്ല. ഒരു പത്രത്തിലും അവരുടെ പേര് വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു നേതാവും അവരൊന്ന് പേരെടുത്ത് വിളിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ അവർക്ക് കിട്ടുന്ന വരുമാനം, അവരുടെ സമ്പത്ത്, അത് മുഴുവൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനു വേണ്ടി മാത്രം തുകകൾ ചെലവഴിച്ച് ദാരിദ്ര്യത്തിൻ്റെ ലോകത്തേക്ക് പോയ എത്രയോ പേര് പൊതുപ്രവർത്തന വഴിയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പിന്നെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ രാഷ്ട്രീയം ഒരിക്കലും ഒരു വരുമാനമായിട്ട് കാണാൻ പാടില്ല. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ 10 വർഷമായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഒരു ടിഷ്യൂ പേപ്പർ മാനുഫാക്ചറിങ് യൂണിറ്റ്. ആ ബിസിനസ് കാലോചിതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ മോഡല് എത്ര കാലം കഴിഞ്ഞാലും പോവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം 10 വർഷമായി. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മുഴുവൻ ഡിസ്ട്രിക്റ്റുകളിലും ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഇതിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. ഞാൻ ജീവിച്ചു പോണത് അതുകൊണ്ടാണ്. രാഷ്ട്രീയത്തിലൊന്നല്ല, അത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അനുബന്ധമായിട്ട് ഞാൻ അതും കൂടി അങ്ങോട്ട് ചേർത്ത്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ എന്റെ കൂടെ ഉള്ളവര് അവര് നന്നായി കഠിനാധ്വാനം ചെയ്യും, കേരളം ഒട്ടുക്കും സഞ്ചരിക്കും.
അവരുടെ അധ്വാനം കൂടി അവർ എനിക്കും കൂടി അത് വകവെച്ച് തരികയാണ്. കാരണം മൂപ്പർക്കും കൂടി ഉള്ളത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നല്ല, അവരത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത് തരികയാണ്. അപ്പൊ ആ വർക്കിന്റെ ബെനിഫിറ്റ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് മെച്ചുണ്ടെന്ന് ചോദിക്കുമ്പോണ്ടാവുന്ന ഒരു വിഷമം സ്വാഭാവികമായിട്ട് അതൊരു വലിയ അജ്ഞതയിൽ നിന്നും വരുന്നതാണ്. ആ അജ്ഞതയിൽ നിന്നും പറഞ്ഞുകൂടാ, അനുഭവങ്ങളും ഉണ്ടാവാം. കാരണം മറിച്ച് രാഷ്ട്രീയം ഒരു ഉപജീവനമാക്കി കരുതുന്നവരും ഉണ്ട്, പക്ഷെ അത് അല്ലാത്തവരും. അതെ അതെ അതെ, അത് ഒന്നിച്ച് സാമാന്യവൽക്കരിക്കരുത്, എല്ലാരും അത് പിന്നെ കാണരുത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ദുഃഖവും സന്തോഷവും ഒക്കെ അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഏറ്റവും നമ്മളൊരു പൊളിറ്റിക്കൽ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷം അതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഏറ്റവും പൊതുപ്രവർത്തന വഴിയിൽ എനിക്ക് സന്തോഷം തോന്നിയത്, ഞാൻ വേങ്ങര നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ വലിയൊരു ആലോചന ചർച്ചയ്ക്ക് വെച്ചു. വലിയൊരു അജണ്ട, നമ്മുടെ കാലം കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾ ഓർക്കുന്ന, ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കണം. അങ്ങനെയാണ് അലിവ് ചാരിറ്റി സെൽ എന്നൊരാശയം രൂപപ്പെട്ടു വരുന്നത്. ഞങ്ങൾ ആ ആശയത്തെ ബഹുമാനപ്പെട്ട പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ മുന്നിൽ പോയിട്ട് അവതരിപ്പിച്ചു. വലിയ പിന്തുണ തന്നു. ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് നിറഞ്ഞ മനസ്സോടെ തങ്ങൾ അലിവിൻ്റെ ചെയർമാൻ ആവാൻ ഏറ്റു. അങ്ങനെ മുനവറലി ശിഹാബ് തങ്ങൾ ചെയർമാനായി വേങ്ങര കേന്ദ്രീകരിച്ച് സാമൂഹിക ക്ഷേമ ആതുര സേവന രംഗത്ത് അലിവ് ചാരിറ്റി സെൽ എന്ന ഒരു സംഘടന പിറവി കൊണ്ടു. ഇപ്പം അതിന് 13 വർഷമായി. ഈ 13 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പം നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, ഞങ്ങളുടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്, 2 ആംബുലൻസുകളുണ്ട്, ക്യാൻസർ രോഗികളായ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ പ്രത്യേകമായ കരുണാമൃതം എന്ന പേരിൽ ഒരു പദ്ധതിയുണ്ട്. 500-ലേറെ പേർക്ക് പ്രതിമാസം സൗജന്യമായിട്ട് മരുന്ന് നൽകി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം എത്രയോ പേർ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ തെറാപ്പിക്ക് വേണ്ടി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണീരിൽ കുതിർന്ന മരുന്ന് ചീട്ടുമായി ഇപ്പോഴും അലിവിൻ്റെ ഓഫീസിലേക്ക് ഞങ്ങളെ സമീപിക്കുകയാണ് ആളുകൾ. എത്രയോ പാവപ്പെട്ട മനുഷ്യർ വേദനിക്കുമ്പോൾ അലിവിലേക്ക് വഴി ചോദിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സംരംഭം ഞങ്ങൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ പൊതുജീവിതത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. മറ്റൊരു കാര്യം, 10 വർഷമായി ഡയാലിസിസ് സെൻ്റർ, 5 വർഷമായി ഫിസിയോതെറാപ്പി യൂണിറ്റ്. അവരുടെ പ്രാർത്ഥന സ്വന്താക്കാൻ കഴിഞ്ഞതിലും അപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയ പ്രവർത്തനം, ഇനി എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാൻ? സംഘടന തരുന്ന എല്ലാ അധികാര പദവികൾക്കും മുകളിലാണ് ഈ വലിയ ആത്മസംതൃപ്തി. ഇപ്പൊ അലിവ് കൂരിയാട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് 21 സെന്റ് ഭൂമി വില കൊടുത്തു വാങ്ങി. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ പേരിൽ അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. അലിവിന്റെ കാരുണ്യ സൗധം അവിടെ ഉയരാൻ വേണ്ടി പോവുകയാണ്. അവിടെ കുറച്ചും കൂടി അജണ്ടകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണ്. നമ്മൾ സാമൂഹിക രംഗത്തേക്കും കൂടി പോകണം. അലിവ് ഫൗണ്ടേഷൻ കൾച്ചർ ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരിലേക്ക് അലിവിൻ്റെ പുതിയ പേര് നാമകരണം പുതുക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടി സാമൂഹിക അജണ്ടകൾ കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അലിവിൻ്റെ മറ്റൊരു സംരംഭത്തെക്കുറിച്ച്. അതായിരുന്നു ഏറ്റവും വലിയ മനസ്സിന് കുളിർമ നൽകുന്ന ഒന്ന്. ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അതുപോലെ പിന്നെ ഭിന്നശേഷിക്കാർ, ഇവരെല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് ശിഹാബ് തങ്ങൾ അലിവ് എബിലിറ്റി പാർക്ക് ആരംഭിച്ചു. 100 കണക്കിന് കുട്ടികൾ അവിടെ വരുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കൾ അവിടെ വരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസമാണ് അവർക്കുള്ള ക്ലാസ്. ആ ആഴ്ചക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അലിവ് എന്ന അവരുടെ ഒരു പുതിയ ലോകമാണ്. അവരേറ്റവും ഇഷ്ടമുള്ള പേര് അലിവാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വലിയ ബൃഹത്തായ ഒരു സംവിധാനം ഉയരണം. പിന്നെ ഖത്തർ, ദുബായ്, ദമാം, ജിദ്ദ, റിയാദ് എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ അലിവിന് വേണ്ടി ചാപ്റ്റർ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് പൊതുജീവിതത്തിൽ എപ്പോൾ ആലോചിക്കുമ്പോഴും ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അടിപൊളി.